ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാടിന് വേണ്ടി ഒരേ മനസ്സോടുകൂടി മലയാളികൾ കൈകോർത്തിരിക്കുകയാണ്. എങ്ങനെയും മുണ്ടക്കയെ കൈപിടിച്ചുയർത്തണം. അതിനുവേണ്ടി നാനാതുറകളിൽ നിന്നുള്ള സഹായങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി കുട്ടികളെ ദത്തെടുക്കാൻ സമ്മതമറിയിച്ചുകൊണ്ട് പോലും നിരവധി പേർ എത്തുന്നുണ്ട്. കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ, അവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ, അങ്ങനെ പല രീതിയിലാണ് പ്രതികരണങ്ങൾ. അമ്മയെ നഷ്ടമായ പിഞ്ചു മക്കൾക്ക് മുലപ്പാൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകരുത്. ഈ സാഹചര്യം മനസ്സിലാക്കി പോലും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടും ദമ്പതികൾ രംഗത്തെത്തുന്നുണ്ട്. അമ്മയെ നഷ്ടമായ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ വിളിക്കണം, എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഒരു യുവാവ് മാതൃകാപരമായ പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ചയായി, വാർത്തയായി. പിന്നാലെ ഈ പോസ്റ്റിനെ അഭിനന്ദിച്ചും അവരുടെ മനസ്സിനെ പ്രകീർത്തിച്ചുമൊക്കെ നിരവധി പേർ എത്തി. എന്നാൽ ഇതിനിടെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അശ്ലീലവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഉയരുന്നു. പൊതുസമൂഹത്തിൽ വിഷയം ചർച്ചയാകുന്നുമുണ്ട്. ഇങ്ങനെയും ചില ദുരന്തങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടല്ലോ എന്നോർത്ത് സ്വയം നിയന്ത്രണം വിട്ടു പോകുന്നവരുമുണ്ട്. അമ്മ മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ കമന്റും ചെയ്തിരുന്നു. എന്നാൽ തനിക്ക് പാൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ അശ്ലീല കമന്റ് ഇട്ടു. ഇത്തരം കമന്റുകൾ വരുന്നത് വ്യാജ അക്കൗണ്ടിൽ നിന്നല്ല, സ്വന്തം അക്കൗണ്ടിൽ നിന്നാണ് എന്നതാണ് ഏറ്റവും സങ്കടകരം. ഒരു നാട് മുഴുവൻ ഒലിച്ചു പോവുകയും കേരളം ഒന്നടങ്കം വയനാടിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു അശ്ലീല കമന്റ് വന്നത് എന്നത് ദൗർഭാഗ്യകരമെന്നേ പറയാനുള്ളൂ. അശ്ലീല കമന്റ് ഇട്ടയാളെ നാട്ടുകാർ കൈകാര്യം ചെയ്തുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇയാളുടെ പ്രൊഫൈല് തേടിപ്പിടിച്ച് സ്ഥലം കണ്ടെത്തി ഇയാളെ കയ്യേറ്റം ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. താൻ ചെയ്തത് തെറ്റാണ് എന്നും ഇനി ആവർത്തിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടേതായ ഒരു ശബ്ദ സന്ദേശവും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിനു പുറമെ ദുരന്തവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ മറ്റ് ചിലരും സമാന രീതിയിലുള്ള അശ്ലീല കമന്റുകൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയരുന്നുണ്ട്. ഇവരുടെ പ്രൊഫൈലിൽ കയറി ചിത്രങ്ങളെടുത്ത് പ്രചരിപ്പിക്കുന്നവരും നിരവധി. ഇത്തരത്തിൽ അശ്ലീല കമന്റുകൾ ഇടുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ അശ്ലീലവും വിദ്വേഷവും പ്രചരിപ്പിച്ച പലരും പ്രൊഫൈൽ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. മഹാദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വിഷപ്പടക്കാൻ ശ്രമിച്ചതാണ് ഈ ദമ്പതികളെയാണ് ഇവർ അശ്ലീല കമന്റിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഇത് കണ്ടു നിൽക്കാൻ നമ്മൾ മലയാളികൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളവരെ കയ്യേറ്റം ചെയ്യാൻ ഇവർ ഒരുമ്പെട്ടിറങ്ങിയതും. എന്തായാലും ഇത്തരം അശ്ലീല കമന്റ് ഇടുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. ഇനി ഇത്തരം കമന്റുകളുമായി വന്നാൽ അതേയിടത്ത് ചുട്ട മറുപടി ലഭിക്കുമെന്നിവർക്ക് ഉറപ്പായിട്ടുണ്ട്.